തുടങ്ങിയല്ലേ? കുറച്ച് ചേനയിരുന്നു, രാവിലെ അതങ്ങ് നട്ട്. നേരത്തിനും കാലത്തിനും കൃഷി ഇറക്കിയ വിളവ് 100 മേനിയാണ് അല്ലയോ? വിത്തധികമുണ്ടോ? തനിക്ക് ആവശ്യത്തിന് എടുത്തോടോ, അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ, ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന്? വീട്ടിലാർക്കും ഇതിനൊന്നും നേരമില്ലെന്നേ. അതും ശരിയാ. ഒരു കാലത്ത് പാടശേഖരം മുഴുവൻ വിത്തിറക്കിയ സമയമുണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാടോ. കണ്ടറിവില്ലേലും കേട്ടറിവുണ്ട്. 7 പറക്കണ്ടത്തിന്റെ ഉടമയായ ജയശേഖരൻ എന്ന ജന്മിയെ കുറിച്ച്. ജന്മിയൊന്നും അല്ലെങ്കിലും അന്നൊക്കെ കൂട്ടുകുടുംബത്തിനൊരു ശക്തി ഉണ്ടായിരുന്നു, ഒരു ബലം, മണ്ണിൽ പണിയെടുക്കാനുള്ള ഒരു മനസ്സും. കാലമൊക്കെ മാറിയില്ലേ? ഇപ്പോ മണ്ണിൽ പണിയെടുക്കാൻ ആർക്കും താല്പര്യമൊന്നുമില്ലടോ. അത്രയ്ക്കായി പരിഷ്കാരങ്ങൾ. എന്നാലും താൻ ഭാഗ്യവാനാടോ. തന്റെ മക്കളിൽ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ തന്റെ കൂടെ. അതാണടാ ഒരാശ്വാസവും പ്രതീക്ഷയും. എന്താടാ ഇത്രയും ലേറ്റ് ആയത്? ചന്തയിൽ നല്ല തിരക്കായിരുന്നു, പിന്നെ ഒരു ധർണ ഉണ്ടായിരുന്നു, അതിലൂടെ പങ്കെടുത്ത് വന്നപ്പോ ലേറ്റായി. നീ മരുന്ന് വാങ്ങിയില്ലേ? അതെങ്ങനെ വാങ്ങായി? ധർണ കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റായില്ലേ, ഞാനിങ്ങ് പോന്നു. ആ ധർണക്കിടയിൽ അങ്ങോട്ട് പോയെങ്കിൽ സാധനം കിട്ടിയേനെ. പോട്ടെ, നാളെ വാങ്ങാം. അച്ഛനെന്താ വിഷമായോ? എന്നാലേ സാധനം ആ സഞ്ചിയിലുണ്ട്. ഞാനൊന്ന് കുളിച്ചേച്ച് വരാം. ഒറ്റയ്ക്കെടുത്ത് മോന്തിയേക്കരുതേ. നീ വേഗം പോയിട്ട് വാടാ. എടുത്തു വെച്ച് അടിയടാ. ചതിച്ചതാടാ, അച്ഛനെ ചതിച്ചതാ. ഓ തുടങ്ങി. അതല്ലടാ, നിന്റെ അമ്മ സുഖമില്ലാതെ കിടന്നിട്ട് പോലും 1 ഇഞ്ച് മണ്ണ് വിൽക്കാനോ പണയപ്പെടുത്താനോ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താ? എന്റെ കണ്ണുനീരും വിയർപ്പും ആ മണ്ണിലുണ്ടടാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ പാടത്തിറങ്ങും. പൊന്നാടാ വിളയിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു കാലം. പക്ഷേ വിറ്റിട്ട് പോകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. മതി അച്ഛാ മതി, ഞാൻ എന്തോരം കേട്ടിരിക്കുന്നു. എനിക്കൊന്നും അറിഞ്ഞില്ലാത്ത പോലെ. പറഞ്ഞ പോലെ വല്ലോ നടക്കൂടെ? അച്ഛൻ എന്താണ് സംശയം? നടക്കും. ചേട്ടനും ചേച്ചിയൊക്കെ വിട്ടിട്ട് പോയതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടോടെ? നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. നമുക്കൊരു സഹകരണ സംഘം ഉണ്ടാക്കണം. സഹകരണ സംഘം ഉണ്ടാക്കാൻ നീ നിന്റെ സുഹൃത്തുക്കളും കൂടെ ശ്രമിച്ചിട്ട് എന്തോ നായി? മാസം കുറെ ആയി. അതിലൊക്കെ കുറെ രാഷ്ട്രീയ കളിയൊക്കെ ഉണ്ടച്ച. അതിന് നിന്റെ കൂട്ടുകാരൊക്കെ രാഷ്ട്രീയ നേതാക്കളല്ലേ, അവര് വിചാരിച്ച പോലെ മതി. അതിലച്ഛനെ പ്രസിഡന്റ് ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതാരെങ്കിലും ഒക്കെ ആകട്ടെ, ഇവിടെ നമുക്ക് കാര്യം നടന്നാൽ പോരെ? നടക്കും അച്ഛാ, നടക്കും. അപ്പോ സംഘത്തിന്റെ കാര്യം റെഡിയായി. നീ നിന്റെ കല്യാണം തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന്റെ കാര്യം മിണ്ടരുതെന്ന്. ഒരച്ഛന്റെ ഉത്തരവാദിത്വമാണ് മകനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. ഒരു തുണയൊക്കെ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ കല്യാണം കഴിച്ചല്ലേ? എന്താടാ എനക്കൊരു സംശയം. എന്നിട്ടിപ്പോ അച്ഛൻ ഒറ്റയ്ക്കല്ലേ?
പഠിപ്പിച്ച് വലുതാക്കിയ മക്കളെല്ലാം വെറ്റുവിറക്കി എവിടെയോ പോയി. പിന്നെ ഉള്ള ഒരു ഭാര്യ, അതങ്ങ് പരലോകത്തും പോയി. അച്ഛന് തുണ ഞാനും, എനിക്ക് തുണ അച്ഛനും. കല്യാണ കാര്യം ഇനി ഇവിടെ മിണ്ടരുത്. എന്ത് പറഞ്ഞാലും അവസാനം വരുമ്പോ എന്റെ ഒരു കല്യാണ കാര്യം. കള്ളു കുടിച്ചിട്ടുണ്ടാ കല്യാണം ആലോചിക്കണോ? തന്തയുടെ ഓരോരോ കളികള്. ഒരു കണക്കിന് അവൻ പറഞ്ഞതും ശരിയാ. അങ്ങുന്നേ നിന്നോട് പറഞ്ഞില്ലേടി ഞാൻ ഈ അങ്ങനെ ഒന്നും വിളിക്കരുതെന്ന്. അപ്പൻ വിളിച്ചത് കേട്ട് കേട്ട് ഞാനും ശീലിച്ചു പോയി സഖാവേ, ഒന്ന് ക്ഷമിച്ചേക്ക്. ആ വിളിയില് ഒരു ഫ്യൂഡൽ ടച്ച് ഉണ്ട് വെച്ചേ. എന്നാൽ പിന്നെ താങ്കളുടെ പിതാവിനെ വിളിച്ചാലും പെൻഷൻ കശ കൈമാറാം. ആ അങ്ങനെ വഴിക്ക് വാ. ഓ, ആ സഹകരണ സംഘത്തിന്റെ കാര്യം എന്തോന്നായി? ഈ ഇടയ്ക്കെങ്ങാനും നടക്കൂ? നടത്തണം. ഇത് ബാങ്കിൽ നിന്നാണോ അതോ കൃഷി ഓഫീസിൽ നിന്നാണോ? ഇത് രണ്ടുമല്ല, ക്ഷേമനിധി പെൻഷനാണ്. ഓ പറഞ്ഞല്ലോ, മറന്ന്. ലോണൊക്കെ പെൻഡിങ്ങില. അച്ഛാ, ആ പെൻഷൻ കാശ് വന്നിട്ടുണ്ട്, വന്ന് വാങ്ങിയിട്ട് പോ. ആ മോളാടി. ഇതിലൊന്ന് ഒപ്പിടണം. ശരി. അപ്പൊ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ സഖാവ് മാത്രമേ ഉള്ളല്ലേ? നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അധികം വൈകാതെ ഞങ്ങൾ ഈ ഖണ്ഡത്തിൽ വിത്തിറക്കിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നാട് നന്നാവും. ഓൾ ദി ബെസ്റ്റ് സഖാവേ. മെമ്പറെ, അയാളെ വിളി. വിവേക്, ആ വായോ. പറ. പിന്നെ നമ്മുടെ സർക്കാർ ഒരു ഭൂമിയും തരിശിടായിരിക്കാൻ വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഏഴുപറ കണ്ടത്തിൽ കൃഷി ഇറങ്ങിക്കൂടെ? അതിന് ഭൂടമുള്ള സമ്മതം വേണ്ടേ? അത് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അത് വാങ്ങിയവർ അത് എങ്ങനെയെങ്കിലും നികത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൃഷിയും കൊണ്ട് ചെല്ലുന്നത്. ഇനി ഭൂമി നികത്താൻ പറ്റുമെന്ന് തോന്നണില്ല. ഹരിത മേഖലയാക്കി പണി പാടും. അതാണ് കാര്യം. അന്ന് വെട്ടിനിരത്തലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരൊക്കെ ഇന്ന് അതിന്റെ ഗുണം അനുഭവിക്കുന്നുണ്ട്. ഒരുമിച്ച് കൃഷി ഇറക്കാനുള്ള സഹായങ്ങൾ സൊസൈറ്റി വഴി ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. അതിനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. സഖാവ് ഒരു കാര്യം ചെയ്യണം, ഭൂവുടമകളായിട്ട് സംസാരിച്ച് അവിടെ സമ്മതം വാങ്ങി തരണം. വിവേക സഖാവിന്റെ സഹോദരങ്ങൾ വിറ്റ ഭൂമിയല്ലേ, അതുകൊണ്ട് ചിലപ്പോ സമ്മതിക്കുമായിരിക്കും. ആ ചോദിച്ചു നോക്കാം. നടക്കണേ നടക്കട്ടെ. അപ്പൊ ഇറങ്ങയല്ലേ? അപ്പൊ വിവേക് എല്ലാം പറഞ്ഞോലെ. യോഗം കഴിഞ്ഞാൽ ചെറുക്കൻ നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞല്ലേ പണിയെടുത്ത് നേരത്തെ കയറി പോവാന്ന്. നീ അങ്ങനെ പറയൂ, നീ ജോലിക്കള്ളനല്ലേ. എന്തായി കാര്യങ്ങൾ? കൃഷി ഇറക്കാൻ സഹായം കിട്ടും, പക്ഷെ എല്ലാ ഭൂവുടമകളും സമ്മതിക്കണം. എടാ പ്രേമ, നിനക്ക് തോന്നുന്നുണ്ടോ ഇത് നടക്കുമെന്ന്? പരമു ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അപ്പം ചോദിക്കും പോലെ അല്ല നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓ ശരി, അപ്പൊ പുറകിലോട്ട് ചിന്തിക്കണ്ട, കാര്യങ്ങൾ നടക്കട്ടെ. ശരി 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 ശരി. മുതലാളി, ആ സുഗുണനല്ലേ നിൽക്കുന്നത്? മുതലാളി, ആ മുതലാളി പറ. നീയൊക്കെ കൂടി എന്നെ ഒരു വഴി ആക്കിയല്ലോ അല്ലേ? എന്തോന്ന് മുതലാളി, എനിക്കൊന്നും മനസ്സിലായില്ല. അയ്യോ മനസ്സിലാവൂല. ഇവിടെ 7 പേർ കണ്ടത്തിന്റെ കാര്യമാ. ഇപ്പൊ അതൊക്കെ ഗ്രീൻ സ്ട്രിപ്പായി. ഇനി അവിടെ ഒരു പുല്ല് നടക്കൂല. ലക്ഷങ്ങളാ കുടുങ്ങി കിടക്കണത്. അയ്യോ മുതലാളി, എനിക്കൊന്നും അറിയൂടാ. ഗ്രീൻ ട്രിപ്പാ? മുതലാളിക്ക് അത് വേണമെന്ന് പറഞ്ഞു. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളത് തരപ്പെടുത്തിയത്.
മതി. എന്ന് കരുതി നിന്റെ കമ്മീഷൻ നീ കണക്ക് കുറഞ്ഞ് മേടിച്ചില്ലേ, അതുകൊണ്ട് അത് കള്ള. ആ മുതലാളി, ജംഗ്ഷന്റെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഇനി കമത്താം. എന്തോ? ആദ്യം നീ കമഴ്ത്തയിൽ നിന്ന് ഞാൻ നൂരട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ കമഴ്ത്താം. സുഗുണം പോടാ പോടാ. അവ എന്നെ കമഴ്ത്താൻ നടക്കുന്നു. വണ്ടിയല്ലടാ. ഇല്ലില്ല, അത് പോയി, വസ്തു പോയി. ഇല്ലില്ല, 40 ലക്ഷത്തിന് പോയി. ആ സുഗുണ, ഓ നിനക്ക് പണിയൊന്നുമില്ലേ? പണിയാ? എനിക്കാ? സ്വന്തമായി ബിസിനസ് സാമ്രാജ്യമുള്ള എനിക്ക് പണിയാ? അതും കൂലിപ്പണി. കൂലിപ്പണിക്ക് എന്താ കുഴപ്പമോടെ? ചില ബിസിനസ്സിനിടയ്ക്ക് ബ്രോക്കർ പണിയും ചെയ്ത് നടക്കാമല്ലോ. ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപന ഉടമയായ എന്നെ കേവലം ഒരു ബ്രോക്കർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടേ? കഷ്ടം. അതിരിക്കട്ടെ, അതെല്ലാം പോട്ടെ. നീ എന്ത് വിടാ? ഞാൻ ആ സരസപ്പൻ മുതലേ കാണാൻ വന്നതാ. അങ്ങേരെ അവിടെ ഉണ്ടോ? ഉണ്ട്. ആ ചെല്ല്. നിന്നെ നിന്റെ കുടുംബക്കാരെയും പുള്ളി തിരക്കിയിരിക്കുക. അതെന്തിന്? അതൊക്കെ ഉണ്ട്. ആ 7 പറ കണ്ടത്തിന്റെ 3/4 ഭാഗത്തോളം വാങ്ങിക്കൂട്ടിയത് മുതലാളിയാ. അതിപ്പോ ഗ്രീൻ സ്ട്രിപ്പാ, ആ സ്ട്രിപ്പാ, കോപ്പ എന്തൊക്കെ ആയി. അത് തന്നെയാ കാര്യം. എന്റെ ഭാഗം ഞാൻ ആർക്കും വിട്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് കയറി ചെന്നതല്ലല്ലോ. നിന്നെ പോലുള്ളവർ പറഞ്ഞു, അയാൾ കാശുമായിട്ട് വന്നു, അത്ര തന്നെ. അതൊക്കെ ശരിയായിരിക്കും. പിന്നെ നിന്നെ നിന്റെ പാർട്ടിക്കാരെയും മുതലാളിക്ക് നല്ല പേടിയാ. നിന്നെ ഒന്നും പറയില്ല. ചിലപ്പോ നീ പറഞ്ഞാൽ സമ്മതിക്കുകയും ചെയ്യും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും അവിടെ കൃഷി ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ സ്ഥലം കയ്യേറാനാണ് ഭാവമെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. വെറുതെ എനിക്ക് പൊല്ലാപ്പുണ്ടാക്കി വയ്ക്കല്ലേ. ഞാൻ നിങ്ങളോട് വഴക്കൂടാൻ വന്നതൊന്നുമല്ല. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് 7 പറ കണ്ടത്തിൽ വിളയുന്ന നെല്ലെടുക്കാൻ വന്ന ഒരു ലോറി ഡ്രൈവറെ എനിക്ക് ഓർമ്മയുണ്ട്. എവിടെയും പിടിച്ചു കയറാനുള്ള മിടുക്കും താങ്കൾ ഈ നിലയിലെത്തി. തരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. നീ അങ്ങനെ ചരിത്രം പറഞ്ഞ് വലിയ ആളാവുകയൊന്നും വേണ്ട. പിന്നെ നീ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിനക്കൊരു ആഫർ തരാം. ആ സ്ഥലം കൊണ്ട് എനിക്ക് ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. വാങ്ങിയ വിലയ്ക്ക്. ഏത് വാങ്ങിയ വിലയ്ക്ക് നിനക്ക് ഞാൻ സ്ഥലവും എഴുതി തന്നേക്കാം. നിന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റൂടെ? എന്നിട്ട് നീ എവിടെ കുളം കുഴിക്കുകയോ നീ ഇറങ്ങി കുളിക്കുകയോ കിളയ്ക്കുകയോ കൃഷി നടത്തുകയോ എന്ത് വേണോ ചെയ്തോ. പക്ഷെ അത് വരെ പറ്റൂ. എനിക്കൊന്ന് ആലോചിക്കണം. കുറച്ച് സമയം തരണം. 3 മാസം. 3 മാസം നിനക്ക് ഞാൻ തരാം. നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. സോമ, വണ്ടിയേടാ. കാംകാരാണ് ഞാൻ. 3 മാസം കൊണ്ട് പണി തീർക്കുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ. അങ്ങേരെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷ തോന്നിയതാണ്. ആ പിന്നീട് ആലോചിച്ചപ്പോ ആ മോഹം ഒന്നും നടക്കത്തില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ആരെങ്കിലും കണ്ട് സംസാരിക്കാം. അങ്ങനെ സംഭരിക്കാൻ പറ്റുന്നതാണ് 30 ലക്ഷം രൂപ. ആ സൊസൈറ്റി ശരിയായിരുന്നെങ്കിൽ ഒരു ആശ്വാസമെങ്കിലും ആയനെ. അതും നടന്നില്ല. അങ്ങനെയാണെങ്കിലേ ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്താലോ? ആ ബെസ്റ്റ്. വീടിന്റെ ആധാരം പണയം വെച്ചെടുത്ത ലോൺ തന്നെ പെൻഡിങ്ങില്ല. അതൊന്നും വേണ്ട. ഡാ മോനെ, ആ 7 പറ കണ്ടം നീ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു അല്ലേ? ഒടുവിൽ സരസപ്പൻ മുതലാളി നിന്റെ വഴിക്ക് വന്നു. അങ്ങേരങ്ങനെയൊക്കെ പറഞ്ഞാലും അത് വാങ്ങാൻ കാശ് വേണ്ടേ വാസുണ്ണ? ഇനി അങ്ങനെ വല്ലതും നടക്കണമെങ്കിൽ ലോട്ടറി വല്ലതും അടിക്കണം. ഓ, പറഞ്ഞൊന്നും തമാശയായി കരുതണ്ട. പലതൊക്കെ നോക്കിക്കോ. ഭാഗ്യം വരുന്ന വഴി അറിയത്തില്ല, അതൊക്കെ ദൈവത്തിനെ അറിയൂ. എടാ ഇവിടെ വഴി. എടാ നല്ലോണം ഒഴിക്കടാ. ഒത്തിരി ശരീരം ഒഴിക്കടാ. ആ മതി. ഞാനും പണ്ട് കുടുംബ വീട് നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ നടന്നില്ല. നാട് വികസിക്കും തോറും കർഷകന്റെ ദുരിതങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു നാട്ടു നടപ്പാണ്. അതുകൊണ്ട് ഇതൊന്നും കാര്യമല്ല. ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ.
ആ സരസപ്പ മുതലാളി പറഞ്ഞ 3 മാസം തികയാൻ. അക്കാര്യം നമ്മൾ മറക്കുന്നു. അങ്ങനൊരു അവസരം നമുക്ക് വന്നിട്ടില്ലെന്ന് കരുതാം. കൈവിട്ട് പോയതൊക്കെ അങ്ങ് പോകട്ടടാ. ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി കല്യാണ കാര്യം പറയത്തില്ലല്ലോ. എന്താടാ നിനക്ക് വിഷമമായ? ഓ, സെന്റി ആക്കല്ലേ അച്ഛാ. ആ വാഴക്കന്ന് എവിടെ നടേണ്ടത് പറ. ദേ ആ കാടും പടലും വെട്ടിമാറ്റി 4-5 കുഴിയെടുക്ക്. അച്ഛാ വന്നാണ് അച്ഛാ. എന്തിനാ എന്തിനാ എന്തോത്ര അസ്ഥികലശോ വല്ലതുമാണ്. എന്തായാലും നീ എടുക്ക്. വലിക്കട. കിട്ടിയ നിധികുംഭം അവർ സർക്കാരിൽ ഏൽപ്പിച്ചു. സർക്കാരിൽ നിന്ന് കിട്ടിയ പാരിതോഷികം കൊണ്ട് 7 പറക്കണ്ടം അവർ തിരികെ പിടിച്ചു. കർഷകർ നാടിൻ്റെ നട്ടെല്ലാണ്. വയലേലകൾ നികത്തി അമ്പരച്ചുംബികളായ മണിമാളികകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അന്നം നൽകുന്ന കരങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്.